തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മരുന്ന് ഉപകരണ പ്രതിസന്ധി ചർച്ചയാകുന്നതിനിടയിലാണ് ഒന്നുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. ഏറെ നാളുകളായി മരുന്ന് വിതരണം അല്ലെങ്കിൽ ഉപകരണങ്ങളില്ലാതെ പ്രതിസന്ധിയിലായ ഒരു ആശുപത്രിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വളരെ നാളുകളായി ഇതിൽ മരുന്ന് വിതരണക്കാർ ഇതിനുവേണ്ടി ഇവർക്കുള്ള കുടിശ്ശിക ലഭിക്കാനായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവരുടെ സമരമുറകളുമായും ഒക്കെ മുന്നോട്ട് പോയിരുന്നു. ഇതിനിടയിൽ ഈ കുടിശ്ശികകളൊക്കെ തന്നു തീർക്കാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയതിനാലാണ് വീണ്ടും ഇവർ വിതരണം ആരംഭിച്ചത്. എന്നാൽ ഏകദേശം ഒരു മാസത്തോളമുള്ള പണം മാത്രമാണ്, കുടിശ്ശിക മാത്രമാണ് സർക്കാർ തന്നു തീർത്തത്. ഇതിനുശേഷം ഇത്രയും നാളുകളായി കടക്കണിയിലേക്ക് വീണ്ടും പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് വിതരണം വീണ്ടും നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാണ് AKSSDA ഈ മരുന്ന് വിതരണ ഇവരുടെ ചുമതലയുള്ള ആളുകൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് നമ്മുടെ കൂടെയുള്ളത്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ വീണ്ടും ഈ ഒരു സാഹചര്യം വീണ്ടും മോശമാവുകയാണ്, വീണ്ടും മരുന്ന് വിതരണം പ്രതിസന്ധിയിലേക്ക് പോവുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി മരുന്ന് വിതരണം നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 100 സാധനം ചോദിച്ചാൽ 2-3 സാധനം കൊടുക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. ബാക്കി പൈസ കിട്ടുന്നില്ല. 1-2 മാസത്തെ പൈസ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോഴും കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. അപ്പം എനിക്ക് മാത്രം കിട്ടാനുള്ള എമൗണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് തരാനുണ്ട്. നമ്മൾ മെയിലുകൾ അയക്കുന്നുണ്ട്, ലെറ്ററുകൾ അയക്കുന്നുണ്ട്. സമരമുറം ആയിട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് വേറെ പരിപാടികൾക്കൊന്നും പോകാത്തത്. അതായത് ഇവർ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞ വാഗ്ദാനം എന്ന് പറയുന്നത് സൂപ്രണ്ടും പ്രിൻസിപ്പാളും അടക്കം പറഞ്ഞത് ബാക്കിയുള്ള ഏകദേശം 9-10 മാസത്തോളമുള്ള കുടിശ്ശിക തന്നു തീർത്തതിന് ശേഷം തന്നു തീർക്കെന്ന് പറഞ്ഞിരുന്നു. തന്നു തീർത്തിട്ടില്ല. 1-2 മാസത്തെ പൈസ തന്നു, പിന്നെ ഉള്ളതൊന്നും തരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ വാങ്ങിക്കുന്നത് ക്യാഷ് ആൻഡ് ക്യാരി പോലെ പെട്ടെന്ന് തരുമെന്ന് പറഞ്ഞു, അതും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് വീണ്ടും കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മളെങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് അവിടെ നിന്നും കടം കൂട്ടിയിട്ടും ഓടി എൻഹാൻസ് ചെയ്തിട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ ബാങ്കുകാർ പോലും ഇനി ഓടിക്കൂട്ടി തരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് പോയിരിക്കുന്നത്. കമ്പനികൾക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപയിൽ അവർ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞ സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം തരില്ല. അപ്പോൾ ആ സമയത്ത് കിട്ടാനില്ലാണ്ടും ഇവിടുന്ന് കിട്ടാണ്ടും നിരവധി മെയിലുകൾ അയച്ചിട്ടും കിട്ടാണ്ട് വന്ന സമയത്താണ് നമ്മൾ ബാങ്കുകളെ വീണ്ടും സമീപിക്കുകയും ഒരു 20 lakhs എമർജൻസി എൻഹാൻസ് ചെയ്യാൻ തരണ സമയത്ത് അവർ വേണം നിങ്ങളുടെ ടേൺ ഓവർ കൂട്ടിയിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തരും? അപ്പോൾ ടെമ്പററി ആണ് അവർ ഒരു 20 lakhs എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജീവനോടെ നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ പല മെമ്പർമാരും നമ്മളുടെ വല്ലാത്തൊരു ദുരവസ്ഥയിലാണ്. നമുക്കൊന്നത് പുറത്തു പറയാൻ പറ്റില്ല. പല ആളുകളും സൂയിസൈഡ് വക്കിലാണ് നിൽക്കുന്നത്. ഇതൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. ഇപ്പം നിങ്ങൾക്ക് എത്ര പണമായിരിക്കും കുടിശ്ശിക ഇതുവരെ തന്നു തീർത്തിട്ടുള്ളത്? ഇനി എത്രത്തോളം ആയിരിക്കും കിട്ടാനുണ്ടാവുക? തന്നു തീർത്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നമുക്ക് നോക്കാൻ ഒരു കണക്ക് നമ്മളുടെ കയ്യിലില്ല. അതായത് ഡിപ്പാർട്ട്മെൻ്റല്ലേ പറയുന്നത്. ഞാനിപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ PHC, CHC, FSC, മെഡിക്കൽ കോളേജുകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ, പല സ്ഥലത്തും നമുക്ക് കിട്ടാനുണ്ട്. എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കോടികളുണ്ട്. അപ്പം ഓരോ ആളുകളുടെയും നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിനല്ല കോടികൾ അല്ല എൻ്റെ അപ്പുറം ഉണ്ടാവും എന്നുള്ളതാണ് ശരി. യഥാർത്ഥ കണക്ക് ആരും എടുക്കുന്നില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. ഈ സംവിധാനമാണ് മാറേണ്ടത്. ഒരു സർക്കാരിനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത് ഒരിക്കലും. ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംവിധാനം മാറേണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കടം കൊടുക്കുന്നതും മേടിക്കുന്നതാണ് ആദ്യം നിർത്തേണ്ടത്. അത് നിന്നാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ എത്ര കാലം ഫ്രീ ആയിട്ട് ആളുകൾക്ക് ആരും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു നടപടി എടുക്കാൻ പറ്റുക. അമ്പലങ്ങളും പള്ളികളിലും ഡൊണേഷൻ കൊടുക്കാൻ 100 ആളുകൾ ചെല്ലുന്നുണ്ട്. അതേപോലെ ഹോസ്പിറ്റലുകൾ കൊടുക്കാമല്ലോ. ഒരു ദിവസത്തെ മരുന്ന് വിതരണത്തിനുള്ള പൈസ ഇന്നാൾ സ്പോൺസർ ചെയ്യുന്നു. ഒരു ദിവസത്തെ ടെസ്റ്റുകൾ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റിനുള്ള പൈസ ഒരാൾ സ്പോൺസർ ചെയ്യുന്നു. അതിനുള്ള കെമിക്കൽസിനുള്ള പൈസ ഒരാൾ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ ഓരോ ആളുകളുടെയും സ്പോൺസർ ചെയ്ത ഗവൺമെൻറ്റിൻ്റെ ബാധ്യത കുറയും. അപ്പോൾ സുഗമമായിട്ട് കാര്യം നടക്കാൻ പറ്റും. ഇപ്പം ഇത്ര സർജറി നടത്തണം, ഇത്ര പേഷ്യൻറ്റിനുള്ള ഉപകരണങ്ങൾ വേണം, അതിന് ഇത്ര ലക്ഷം രൂപ വേണം, ആരാ സ്പോൺസർ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അവരെ കൊണ്ട് സ്പോൺസറിങ് മേടിക്കുക, കാര്യങ്ങൾ നടത്തുക. ഇപ്പോൾ പലരും ഞാൻ സംസാരിച്ചതിൽ പലരും മരുന്ന് വിതരണം നിർത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ് മുന്നോട്ട്? എന്താ പറയുക, ഇപ്പം ഉള്ള സാധനം നമ്മൾ ധാർമ്മികമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉള്ള സാധനം ഇല്ല എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു 100 സാധനം ചോദിച്ചാൽ 1-2 ഉണ്ടെങ്കിൽ അത് കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പം പൈസ ഇത്ര തരാനുണ്ട്. മെയിൽ അയച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് HODസിന് അയച്ചിട്ടുണ്ട്, കളക്ടർക്ക് അയച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൾക്ക് അയച്ചിട്ടുണ്ട്, സൂപ്രണ്ടിന് അയക്കുന്നുണ്ട്, അതാത് ഹെഡുകൾക്ക് നമ്മൾ അയക്കുന്നുണ്ട്.
ഇനി ഡി എം ഇക്കാണ് അയക്കാറുള്ളൂ. ഡി എം ഇക്ക് അയക്കേണ്ട ഡി എം ഇക്ക് നമ്മൾ അയക്കാൻ തയ്യാറാണ്. നമ്മളിപ്പോൾ അയക്കുമ്പോൾ എന്താ വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ വരുന്നു, ഇവനെ സൂക്ഷിക്കണം, ഇവൻ കത്തെഴുതുന്ന ആളാ, മുകളിലേക്ക് കത്തെഴുതും, ഇവനെ സൂക്ഷിക്കണം എന്ന് പറയാണ്. ഇപ്പം പല ടെൻഡറുകളും വിളിക്കുന്നത് നമുക്ക് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പണ്ട് സുതാര്യമായിരുന്നു. ഒരു ടെൻഡർ വിളിക്കുമ്പോൾ കോമ്പറ്റേറ്റർക്കും മറ്റുള്ളവരുടെ പ്രൈസ് കാണാൻ പറ്റും, അതെന്താ കോട്ട് ചെയ്തിരിക്കുന്നത് എന്താ. ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചിട്ടുള്ള പല ടെൻഡറുകളും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് അവർ ഓപ്പൺ ചെയ്ത് തരുന്നില്ല. ടെൻഡർ ഡേറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റണ്ടേ, അതുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഇനി ഈ കയ്യിലുള്ള മരുന്നുകളും കൂടി തീർന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പം തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് മുഴുവൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ കഴിഞ്ഞു കൊടുത്തു, ഒരുവിധം കൊടുത്തു തീർത്തു. എന്നിട്ടും കയ്യിലുണ്ടായിട്ടും ഡെലിവറി ചെലാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള അവസ്ഥ വരെയുണ്ട്. ചില മരുന്നുകൾ വെച്ചാൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് നമ്മളധികം കൊടുക്കുന്നത്. അതിൽ ചില കെമിക്കൽസിൻ്റെ അവർക്ക് ചോദിച്ച സാധനം കൊടുത്തു കഴിഞ്ഞു, ഇനി അവർ ഓർഡർ തരണം, തന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഓർഡർ തരാമെന്ന് പറഞ്ഞ് KMCL റേറ്റ് കോൺട്രാക്റ്റ് ഉള്ള സാധനമാണ്. അവർ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം 5 കിറ്റ് കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബില്ല് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അവർക്ക് എമർജൻസിയാണ്, ഓർഡർ ഇല്ലാണ്ട് ബില്ല് കൊടുക്കാൻ പറ്റില്ല. അത് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് കൊടുത്തു, നാളെ കൊടുക്കാൻ പറ്റുന്നൊരു ഉറപ്പില്ല. ഇനി സമരത്തിലേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ പലരും നിരാശയോടെ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മളൊരു വെറുതെ ഒരു സമരം പ്രഹസനം നടത്തിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ സമരം നടത്തിയ ഗവൺമെൻറ്റിൽ പൈസയില്ല. അവരും അവരുടെ നിസ്സഹായസ്ഥ പറയുന്നുണ്ട്, സൂപ്രണ്ടും പറയുന്നുണ്ട്, പ്രിൻസിപ്പളും പറയുന്നുണ്ട്, എല്ലാവരും കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾക്കിപ്പം ഞാൻ എങ്ങനെ ഈ 6 മാസം നിന്നു എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ ആളുകളുടെ അടുത്തും പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഒരു സ്ഥാപനത്തിലുള്ള എൻ്റെ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്തിട്ട് 50 ലക്ഷം കിട്ടിയോണ്ടാണ് ഞാൻ കുറച്ച് നീണ്ടുപോയത്. പിന്നെ ഒരു കമ്പനി 1 crore ലോൺ അഡീഷണൽ തന്നു. അതുകൊണ്ട് അന്ന് ഞാൻ സമരം ചെയ്യണ സമയത്ത് എനിക്ക് 3 കോടി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് 4,85,00,000. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുക? ഗവൺമെൻറ്റിൽ തന്നെയാണ് അധികം ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നില്ല. പല സ്റ്റാഫും കൊഴിഞ്ഞു പോയി. എൻ്റെ 3 സ്റ്റാഫ് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയി. അവർക്ക് മനസ്സിലായി എൻ്റെ അക്കൗണ്ടൻ്റ് 24 കൊല്ലം 10-20 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടൻ്റ് റിസൈൻ ചെയ്ത് പോയി. അങ്ങേർക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നാളെ ശമ്പളം തരാൻ പറ്റില്ല. അവർ റിസൈൻ ചെയ്തു. അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും, ജോയിൻ ചെയ്യും, അവർക്ക് ജോലി കിട്ടും. അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി, എല്ലാവർക്കും അവരവരുടെ കാര്യം നടന്നാൽ മതി. ഇനി നാളെ ചിലപ്പോൾ അയാൾ നോട്ടീസ് അയക്കാം, ഗ്രാറ്റുവിറ്റി വേണം, PF വേണം, ഞാൻ ഇവിടുന്ന് എടുത്ത് കൊടുക്കും. ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ കോടതി കയറണം. ഇതാണ് നമ്മളുടെ അവസ്ഥ ഓരോ ആളുകളുടെ. അപ്പോൾ ഈ ആളുകൾ ഇവിടുന്ന് പോയി മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി തരും. അവർ പ്രൈവറ്റ് സ്ഥലങ്ങൾക്ക് കൊടുക്കണം, അവിടുന്ന് പൈസ കിട്ടുന്ന ആൾ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ നിന്നും പൈസ കിട്ടാനുണ്ട്. കടം മേടിക്കുന്ന ആളുകൾ പലരും പൈസ തരുന്നില്ല. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്നതുകൊണ്ട് കണക്ക് കയ്യിലുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് ഡെപ്റ്റ്സ് കൂടിക്കൂടി പോകുന്നു. 3 കോടിയുള്ളത് 4 കോടിയോ, 4 കോടിയിൽ 4,85 ആവും. ഇനി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇവർ ഇനിയൊരു സമരത്തിലേക്ക് ഇല്ല, സമരമല്ല ഇവർക്ക്, ഇവരുടെ നിസ്സഹായതയാണ് പലരും ജോലി നിർത്തേണ്ട ഒരവസ്ഥ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകൾ വലിയൊരു കടക്കണിയിലേക്ക് പോയി ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇത് മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികളെയാണ് ഇത് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. ഇപ്പോഴും അവിടെ മരുന്ന് പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വർഷങ്ങളായി തന്നെ, ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിനോ മറ്റ് വകുപ്പുകൾക്കോ സാധിക്കുന്നില്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്ന്, മരുന്ന് വിതരണക്കാരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നത്.